ദേശീയപാത 85ന്റെ ഭാഗമായി ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന റോഡ് നിർമ്മാണത്തിന് അശാസ്ത്രീയമായി മണ്ണിടിച്ചതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് അപകടഭീതിയിൽ കഴിയുന്നത്. നിർമ്മാണ പ്രവൃത്തികളിൽ വ്യാപക പരാതി ഉയർന്നെങ്കിലും കരാർ കമ്പനി അത് മുഖവിലക്കെടുത്തിട്ടില്ല. വേനൽ മഴയിൽ പല ഭാഗത്തും മണ്ണിടിഞ്ഞതോടെ കാലവർഷം എങ്ങനെ അതിജീവിക്കും എന്നതാണ് ആശങ്ക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലം മുതൽ മൂന്നാർ വരെയുള്ള രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 3 സെക്ഷനായി തിരിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ. അതിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വീതി കൂട്ടാൻ വ്യാപകമായി മണ്ണിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ വരുന്ന മഴക്കാലത്ത് അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതിനുള്ള കാരണങ്ങളും അവർ തന്നെ വിശദീകരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. ഇവൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് കഴിഞ്ഞ വർഷം തന്നെ മണ്ണെടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ തന്നെ ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ മണ്ണിടിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്നത്. നല്ല മഴ ശക്തമായി പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള മണ്ണുകൾ ഇടിഞ്ഞു പോരും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 90 ഡിഗ്രി ചെരിവിൽ 50 അടി ഉയരത്തിൽ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്ന ഒരു തിട്ടാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകില്ല എന്ന വിശ്വാസത്തിലായിരിക്കാം അതിന് മുകളിലുള്ള വീട് പോലും പരിഗണിക്കാതെ ഇങ്ങനെ മണ്ണെടുത്തു മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഒരു ദൃശ്യം കൂടി നിങ്ങൾ കാണുക. കഴിഞ്ഞ മഴക്കാലത്തും സമാനമായ രീതിയിൽ മണ്ണെടുത്തു മാറ്റിയ ഒരു തിട്ടാണിത്. അതിന് പകുതിയായി ഒരു റിട്ടേണിംഗ് വാളും കെട്ടിയിട്ടുണ്ട്. മണ്ണിടിയില്ല എന്ന വിശ്വാസമായിരുന്നു അധികൃതർക്ക്. പക്ഷേ മഴക്കാലത്തിന്റെ തുടക്കം തന്നെ അവിടെ നിന്ന് മണ്ണും കല്ലും മരവും റോഡിലേക്ക് പതിച്ചിരുന്നു. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരുപാട് തിട്ടിൻ്റെ മേളിൽ ഇരിക്കുന്ന വീടുകളൊക്കെയാണ് പാവപ്പെട്ടവരാണ്. അവർക്കൊന്ന് മാറി താമസിക്കാൻ നേരെ നിവൃത്തിയില്ലാത്ത ജനങ്ങളാണ്. ഈ മണ്ണെടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അവരോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവർ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അതിനൊരു പ്രൊട്ടക്ഷൻ വാള് നിർമ്മിച്ച് നൽകുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ മണ്ണ് കൊണ്ടിടുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിലും മണ്ണിട്ട് മൂടി പൊക്കി കുടിവെള്ള സ്രോതസ്സുകൾ മുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. നാട്ടുകാരുടെ ആശങ്കകൾ സാധൂകരിക്കുന്ന വിധത്തിലാണ് നിലവിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. അശാസ്ത്രീയതയുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചില്ലറയായിരിക്കില്ല. അശാസ്ത്രീയത പരിഹരിച്ച് റോഡ് നിർമ്മാണം മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. നിഖിൽ നിളയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.